മൈത്രി വിഷനിലേക്ക് സ്വാഗതം. വലിയ ആത്മശക്തിയുള്ള, വലിയ അഭിമാനബോധമുള്ള, ആത്മാർപ്പണ സന്നദ്ധയായ ഒരു പൊതുപ്രവർത്തക നസീമ ടീച്ചറിനെ പോലെ വേറൊരാളുണ്ടോ എന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ 30-30 വർഷക്കാലത്ത് അവരോടൊന്നിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ള അനുഭവം വെച്ച് എനിക്ക് പറയാൻ കഴിയും, അങ്ങനെ ഒരാളെ നമുക്ക് കാണാൻ കഴിയില്ല. ഒരു ആത്മാർത്ഥതയുടെ ഒരു തെളിവെന്ന് പറയുന്നത്, ഇന്ന് അവർ ഈ ലോകത്തോട് വിട പറയുന്നു. 3 ദിവസം മുമ്പ് ആണ് വളരെ ഗുരുതരമായൊരു സാഹചര്യത്തിൽ അവരെ കോഴിക്കോട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. അതിനുശേഷം ശ്വാസതടസ്സത്തിൻ്റെയും അതുപോലുള്ള പല പ്രശ്നങ്ങളും അവർക്കറിയാമായിരുന്നു അവരുടെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്താണ് എന്ന്. പക്ഷെ ഇന്നലെയാണ് ഇവിടെ ഒരു സമ്മേളനം നടത്താൻ വേണ്ടി അവർ കൂടി പങ്കെടുത്തൊരു യോഗത്തിൽ വെച്ച് തീരുമാനമെടുത്തിരുന്ന ഈ വാർഡ് കമ്മിറ്റിയുടെ സെക്രട്ടറിയുടെ അക്കൗണ്ടിലേക്ക് അവർ 5000 രൂപ ഗൂഗിൾ ചെയ്ത് കൊടുത്തേ. മരണത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസ് പണിയാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ എൻ്റെ ഒരു തുക, എനിക്കത് കൃത്യമായിട്ട് ഓർമ്മയില്ല, അന്ന് പ്രസിഡന്റ് വഹിക്കുന്ന സമയമാണെന്നാണ് എൻ്റെ ഓർമ്മ. അവരുടെ ശമ്പളം ഏതോ ഒരു തുക 25,000 ശമ്പളമോ അന്ന് അവർ എഴുന്നേറ്റിട്ടാണ് പറയുന്നത് എൻ്റെ ഒരു തുക. അപ്പോൾ ആ രൂപത്തിൽ താൻ പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയെ, പ്രത്യയശാസ്ത്രത്തെ എത്രമാത്രം ഒരു ആത്മാർത്ഥമായി ഉൾക്കൊണ്ടിരുന്നു എന്നതിൻ്റെ തെളിവായിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ കാണുന്നത്. കാഞ്ഞങ്ങാട് CH സെൻ്റർ ഉണ്ടാക്കിയപ്പോൾ ആ CH സെൻ്ററിൻ്റെ ഒരു വരുമാനം ഉദ്ദേശിച്ചുകൊണ്ട് പരമാവധി സാമ്പത്തിക സിദ്ധിയുള്ളവർക്ക് 25,000 ലൈഫ് മെമ്പർഷിപ്പ് കൊടുക്കണമെന്ന് സംഘടന തീരുമാനിച്ചപ്പോൾ എനിക്കങ്ങനെ ഒരു ലൈഫ് മെമ്പർഷിപ്പ് വേണം എന്ന് പറഞ്ഞ് 25,000 രൂപ തന്ന് ലൈഫ് മെമ്പർഷിപ്പ് വാങ്ങിയ ആളാണ് ടീച്ചർ. ഇത്ര വലിയൊരു സാമ്പത്തിക ശേഷിയുള്ള ആളായിരുന്നില്ല. ടീച്ചറെ സംബന്ധിച്ചിടത്തോളം വേറെ മക്കളിൽ നിന്ന് വരാവുന്ന വരുമാനമില്ല. അവരും മാഷ് ജോലി ചെയ്യുന്ന കാലം വരെ ശമ്പളം, മാഷ് പെൻഷൻ പറ്റി പിരിഞ്ഞതിന് ശേഷമുള്ള പെൻഷൻ, അത് മാത്രമാണ് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അത് തന്നെയും ആ വീട് കെട്ടുന്ന സമയത്തൊക്കെ എടുത്ത ലോണും അതുപോലെ ചികിത്സയ്ക്ക് വേണ്ടി എടുത്തിട്ടുള്ള ലോണും ഒക്കെ അടച്ചു തീർക്കാൻ വേണ്ടി ഈ പെൻഷൻ്റെയും ശമ്പളത്തിൻ്റെയും തുക മാറ്റിവെക്കേണ്ടി വരുന്ന ഒരു സാമ്പത്തിക സ്ഥിതിയിലാണ് അവരുണ്ടായിരുന്നത്. ആ സമയത്തും ഇങ്ങനെ പാർട്ടിയോട് പ്രതിബദ്ധത കാണിച്ചിട്ടുള്ള ഒരാൾ ടീച്ചർ. പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കുന്ന സമയത്ത് അവർ പ്രൊട്ടക്റ്റഡ് അധ്യാപക പട്ടികയിൽപ്പെട്ട ആളായിരുന്നു. അതുകൊണ്ട് അവർ BRC-യിലേക്ക് മാറ്റി. അന്ന് 13,000 രൂപയോ മറ്റാണ് ശമ്പളം. പക്ഷെ ഗവൺമെൻറ് അന്നൊരു തീരുമാനം എടുത്തു, ഒരാൾ ഒരു ശമ്പളമേ വാങ്ങാൻ പാടുള്ളൂ. ഒന്നുകിൽ ആ 13,000 അല്ലെങ്കിൽ ഈ 5,000. അന്ന് പ്രസിഡന്റിന് 5,000 അന്ന് ശമ്പളം. 5,000 ശമ്പളമല്ല, എന്തായാലും പറയാം, ഹോണർ അറിയാം. അപ്പോൾ 5,000 13,000 ഏതെങ്കിലും ഒന്നേ വാങ്ങാൻ പാടുള്ളൂ എന്ന് വന്നപ്പോൾ ടീച്ചർ എന്ത് ചെയ്തു? ടീച്ചറുടെ ജീവിത പശ്ചാത്തലത്തിൽ ഏതായാലും ഞാൻ ഹോണററിയം വാങ്ങത്തില്ല എന്ന് വെച്ചു. ശമ്പളമാണെങ്കിൽ അംഗീകരിക്കപ്പെട്ടിട്ടില്ല. അംഗീകരിക്കപ്പെട്ട് കിട്ടണമെങ്കിൽ കുറേ കാലം കഴിയണം. അതിനുവേണ്ടി സർക്കാരിൽ ഒരുപാട് ഇടപെടലുകൾ നടത്തി. ഞാനൊക്കെ എത്രയോ തവണ അതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്ത് മന്ത്രി ഓഫീസിലൊക്കെ കയറിപ്പോയിട്ടുണ്ട്. ആ ഘട്ടത്തിൽ മെട്രോ മുഹമ്മദ് സാഹിബ് ഈ കാര്യം മനസ്സിലാക്കിയിട്ട് എന്നോട് പറഞ്ഞു, ടീച്ചറുടെ അവസ്ഥ ഇപ്പോൾ ശമ്പളമില്ല, അധ്യാപകൻ എന്ന നിലക്കുള്ള ശമ്പളമില്ല, ഹോണറേറിയം വാങ്ങുന്നുമില്ല, അപ്പോൾ ജീവിതം കുറച്ച് പ്രയാസകരമായിരിക്കുമല്ലോ, അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒന്ന് അവർക്ക് കൊടുത്താൽ വാങ്ങുമോ എന്ന് ചോദിച്ചു. ഞാൻ ടീച്ചറെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, ടീച്ചർ ഇങ്ങനെ മെട്രോ മുഹമ്മദ് സാഹിബ് പറയുന്നുണ്ട്, എന്തെങ്കിലും ഒന്ന് വാങ്ങാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, അത് വേണ്ട, സക്കാത്ത് വാങ്ങാൻ ഞാൻ അർഹയല്ല, സദക്ക വാങ്ങാൻ മാത്രമുള്ള ഒരു പാവവും ഞാനല്ല, അതുകൊണ്ട് എനിക്ക് ആ തുക വേണ്ട എന്ന് പറഞ്ഞിട്ട് അത് നിരാകരിക്കുകയായിരുന്നു അവർ. ഈ രോഗം വന്നതിന് ശേഷം ചികിത്സയ്ക്ക് വേണ്ടി വന്ന ചിലവ്, അവർ വെച്ച ഇഞ്ചക്ഷനൊക്കെ 1,00,000 രൂപയൊക്കെ വിലയുള്ള ഇഞ്ചക്ഷനൊക്കെയാണ് വെച്ചിരുന്നത്. ആ സമയത്ത് ഒരു ദിവസം ഞാൻ അവരെ കാണാൻ പോയി ഞാൻ അവരോട് പറഞ്ഞു, എനിക്കറിയാം നിങ്ങളുടെ ചികിത്സ ചെലവിൻ്റെ കാര്യങ്ങളൊക്കെ, നമ്മൾ ആരോടും പറയുന്നില്ല, പുറത്തൊരു പിരിവ് പോലെ നടത്തുന്നില്ല, നിങ്ങളെ മനസ്സിലാക്കുന്ന മറ്റൊരാളോട് പറയാത്ത ഒരു 4-5 പേരെ കണ്ടിട്ട് എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്ക് സംഘടിപ്പിച്ച് തന്നാൽ വാങ്ങുമോ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, വേണ്ട, എനിക്ക് ചികിത്സയ്ക്ക് വേണ്ടി മെഡിക്കൽ ഇംബേഴ്സ്മെൻറ്റ് എന്നാണ് പറയാം അല്ലേ, മെഡിക്കൽ ഇംബേഴ്സ്മെൻറ്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, ലോൺ എടുത്തിട്ടുണ്ട്, വേറെ അത്യാവശ്യത്തിനുള്ള കാര്യങ്ങൾക്കൊക്കെ എൻ്റെ കയ്യിലുണ്ട്, അതുകൊണ്ട് അങ്ങനെ ഒരു സംഗതി വേണ്ടെന്ന് പറഞ്ഞു. ദുബായ് KMCC ഈ ജില്ലയിലെ കുറച്ച് രോഗികളെ, പ്രത്യേകമായ ക്യാൻസർ, കിഡ്നി, അതുപോലെ ഹൃദ്രോഗം തുടങ്ങിയ രോഗികൾക്ക്
ഒരു തുക നൽകും, നിങ്ങളുടെ മണ്ഡലത്തിൽ നിന്ന് 5 പേരുടെ പേര് വേണം എന്ന് ആവശ്യപ്പെട്ടപ്പോൾ ആ തുക എത്രയാണെന്ന് KMCC പറഞ്ഞിട്ടില്ല. അത് എത്രയാണെങ്കിലും ഞാൻ ടീച്ചറെ വിളിച്ചിട്ട് പറഞ്ഞു, ടീച്ചറെ അതെങ്കിലും നിങ്ങളുടെ പേര് പറയുന്നില്ല, അത് വേറെ ആരും അറിയിക്കുന്നില്ല, അതെങ്കിലും സ്വീകരിച്ചുകൂടെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് എനിക്ക് വേണ്ട, അത് ഇക്ബാൽ സ്കൂളിൻ്റെ ശിവമോജിയുടെ വീട്ടിലേക്ക് പോകുന്ന റോഡിൻ്റെ ഉള്ളിൽ ഒരു ക്വാർട്ടേഴ്സ് ഉണ്ട്, ആ ക്വാർട്ടേഴ്സിനകത്ത് കിഡ്നി രോഗവും ഹൃദ്രോഗവും രണ്ടും വന്ന് പ്രയാസം അനുഭവിക്കുന്ന ഒരു മനുഷ്യനുണ്ട്, ആ മനുഷ്യൻ നിങ്ങൾ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിൻ്റെ പേരെഴുതി കൊടുത്തു, ആ തുക അദ്ദേഹത്തിന് കൊടുക്കുകയുണ്ടായി. അപ്പം ഞാനിവിടെ പറയുന്നത് ഈ ആത്മാഭിമാന ബോധം, അതേപോലെ തന്നെ ഈ സംഘടനയോടുള്ള വലിയ ആത്മാർത്ഥത, അവരുടെ ഒരു അതിജീവന ശക്തി. നമ്മളിപ്പോൾ 4 വാർഡിലാണ് അവർ മത്സരിച്ചത്. ആദ്യം മത്സരിച്ച 5-ാം വാർഡിലാണ് മണിക്കോത്ത്. അതിനു മുമ്പ് ഞങ്ങൾ അവിടെ തോറ്റതാണ്. ബാബരി മസ്ജിദിന് ശേഷമുള്ള പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ ഉണ്ടായിട്ടുള്ള വിശേഷമായ ഇടപെടലിൽ ഞങ്ങളവിടെ തോറ്റതാണ്. ആ വാർഡിലാണ് ടീച്ചർ ആദ്യം മത്സരിപ്പിക്കുന്നത്. അന്ന് അവർ 5 വോട്ടിന് ആ വാർഡ് പിടിച്ചെടുത്തു. ഈ വാർഡ് അവർ 2010-ലാണ് മത്സരിക്കുന്നത്, 2005-ലാണ്. 2005-ൽ മത്സരിക്കുമ്പോൾ 95-ലെ തെരഞ്ഞെടുപ്പിലും 2000-ലെ തെരഞ്ഞെടുപ്പിലും ഈ വാർഡ് UDF-ന് നഷ്ടപ്പെട്ട് LDF-ന്റെ സ്ഥാനാർത്ഥി ജയിച്ച വാർഡായിരുന്നു. ടീച്ചർ 2010-ൽ നമ്മൾ മത്സരിച്ചപ്പോൾ ടീച്ചർ നല്ല ഭൂരിപക്ഷത്തോടെ ഈ വാർഡ് പിടിച്ചെടുത്തു. അതിനുശേഷമുള്ള 2 തെരഞ്ഞെടുപ്പ് അവർ മത്സരിച്ചത് നല്ല ഭൂരിപക്ഷമുള്ള വാർഡിലായിരുന്നു, പാർട്ടിക്ക് ഭൂരിപക്ഷമുള്ള വാർഡിലായിരുന്നു. പക്ഷേ 2 തെരഞ്ഞെടുപ്പിലും UDF തോറ്റ വാർഡ് പിടിച്ചെടുക്കാൻ പ്രയോജനപ്പെട്ട ഒരു കാൻഡിഡേറ്റ് കൂടിയായിരുന്നു ടീച്ചർ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്.